നമ്മളെല്ലാവരും കൂടെ ഇന്ന് തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല അനീത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനീത്തിനും എടുത്തിട്ട് ഞങ്ങൾ നേരെ എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് പോയി. ചെല്ലുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. നേരെ എക്സിബിഷൻ ഹാളിലോട്ട് കയറി കേട്ടോ. എൻട്രൻസ് ഫീ ആയിട്ട് ഒരാൾക്ക് വരുന്നത് 40 രൂപയാണ് കേട്ടോ. തൃശ്ശൂർക്കാരിയായ ഞാൻ ഇന്നേ വരെ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. ഇതേപോലെ എൻ്റെ ഗ്യാങ്ങിൽ പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ തൃശ്ശൂർ എക്സിബിഷൻ മാത്രം കാണാനാണ് ഞങ്ങൾ പോവാറ്. തൃശ്ശൂർ പൂരം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടുകാരോട് പറയുമ്പോൾ ഇവർ സമ്മതിക്കുകയില്ല. നല്ല തിരക്കായിരിക്കും, അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് കൊണ്ടുപോകാറില്ല. അപ്പോൾ അതേപോലെ എന്നെപ്പോലെ ഇതേപോലെ കാണാത്തവരായ തൃശ്ശൂർകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഇത് തൃശ്ശൂർ എക്സിബിഷൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഇത് കൃഷി വകുപ്പിൻ്റെ എന്തോ എക്സിബിഷനായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ പോരുന്ന വഴി നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കൊച്ചാ നേരമായപ്പോഴേക്കും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും മസാല ദോശയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.